2 തേങ്ങയാണ് ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തേങ്ങ പൊളിച്ചിട്ട് നമുക്ക് അടുപ്പിൻ്റെ അങ്ങോട്ട് അപ്പോൾ നമുക്ക് തേങ്ങ പൊളിച്ചല്ലേ. ഞാൻ നല്ല കളിയില്ല. ശക്തി മൊത്തം ഇതിന്മേൽ എടുത്തിട്ട് വേണം ഇത് പിയാന്. പുറത്തേക്കാക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് എണ്ണ കുറഞ്ഞു പോകും. കുറച്ച് മാത്രം കിട്ടും. ചട്ടിക്ക് നല്ല ഉസാറായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എന്താ തേങ്ങാപ്പാല് നമുക്കിതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ വരുന്നു. അവള് വന്നു. മെല്ലെ ഇളക്കി കൊടുക്കണം. സ്പീഡ് ഇളക്കിയാൽ അത് പുറത്തൊക്കെ പോകും. അപ്പൊ അതാണ് പ്രശ്നം. നല്ല പുകയാണ് കേട്ടാ. അപ്പൊ എന്താ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടാ. ആദ്യത്തെ മാതിരിയല്ല, നല്ല കുറുകിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിറക്കം മാറും. നല്ലൊരു പരുവത്തിലേക്കൊന്ന് പെട്ടതാ. നല്ല കുറുക്കി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇത് ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ എണ്ണ ഇങ്ങനെ ആയി വരുന്നുണ്ട്. തോനെ നേരം ഇളക്കി. അപ്പൊ ഇങ്ങനെ ആയി വരുന്നു. ഇത് നല്ലൊരു എന്താ ബ്രൗൺ കളർ ആവണം. ഇപ്പൊ അത്യാവശ്യമായിട്ട് എന്താ എണ്ണ പൊങ്ങുന്ന കണ്ണുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നല്ല ഇതില് നമ്മൾ ഇളക്കിയിട്ടാണ് കിട്ടിയത്. ആൾക്കാർ അവിടെ വെച്ചാല് അത് ആയി കിട്ടൂല. നല്ല പുകയാണ് കേട്ടാ. കണ്ണെരിയാണ്. അപ്പൊ എന്താ നമ്മുടെ എണ്ണ നല്ല ഇതാണ്, ഫ്രഷ് ആണ്. നമ്മൾ ഈ കടിയിൽ നിന്നൊക്കെ എന്താ വേങ്ങുമ്പോ നല്ല മായൊക്കെ ചേർത്തിട്ടേക്കാരം. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ഫ്രഷ് ആയിക്കാരം. സൂപ്പറാ. പൊളി എണ്ണയുണ്ട്. നല്ല ഫ്രഷ് എണ്ണ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ പൊളി പറഞ്ഞ സൂപ്പർ എന്നാണ് ട്ടോ ഉദ്ദേശിച്ചത്. നല്ല എണ്ണയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്നും ചേർക്കൂലല്ലോ. നമ്മൾ ഫ്രഷ് എണ്ണയാണ്. ചായൻ്റെ ഒക്കെ ഒരു ഏകദേശം കളറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അടിയില് ഇതിന്റെ ആ തേങ്ങയുടെ കുറച്ച് ഇതാണ്. അത് നമുക്ക് നല്ല സൂപ്പർ ആക്കി നമുക്ക് അരിച്ചെടുക്കാം. അപ്പൊ ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് ഇഷ്ടപ്പെട്ടാൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ഈ ഉണ്ടാക്കിന് ഒരു ലൈക്കും തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക.